തലസ്ഥാനം ക്രിക്കറ്റ് ലഹരിയിൽ മുഴുകിയിരിക്കുകയാണ്. ഇന്ത്യ ന്യൂസിലൻഡ് പരമ്പരയിലെ അവസാന 2020 പോരാട്ടത്തിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. സഞ്ജു സാംസൺ ആദ്യമായി സ്വന്തം മണ്ണിൽ ഇറങ്ങുന്നതിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. 8 വർഷത്തിന് ശേഷം ഇന്ത്യയും ന്യൂസിലൻഡും വീണ്ടും കാര്യവട്ടത്തെ ഏറ്റുമുട്ടുന്ന മത്സരം കൂടിയാണിത്. കാര്യവട്ടം ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് ആഷിഖ് റഹ്മാനാണ് ചേരുന്നത്. ആദ്യ 4 മത്സരങ്ങളും സഞ്ജു നിരാശപ്പെടുത്തിയത്. പക്ഷേ ഇന്ന് ഒരു സെഞ്ചുറി തന്നെ നേടിക്കൊണ്ട് മികച്ചൊരു പ്രകടനം നടത്തുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരത്താണ്, കാര്യവട്ടത്താണ്, സഞ്ജുവിൻ്റെ നാട്ടിലാണ് കളി. അതിനാൽ തന്നെ മികച്ചൊരു പ്രകടനം തന്നെയാണ് സഞ്ജുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ 3 മണിക്ക് ശേഷമാണ് ആരാധകരെ ഇപ്പോൾ പ്രവേശിപ്പിക്കുന്നത്. ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങളടക്കമാണ് സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. 3 മണിക്ക് ശേഷം ആരാധകരെ പ്രവേശിപ്പിച്ചു തുടങ്ങും. മുഴുവൻ ടിക്കറ്റുകളും, അതായത് 40,000 ടിക്കറ്റുകളും ഈ സ്റ്റേഡിയത്തിൽ മുഴുവൻ വിട്ടുപോയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ സ്റ്റേഡിയം നിറഞ്ഞു കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ടിക്കറ്റ് വിൽപ്പന തുടങ്ങി 24 മണിക്കൂറിൽ മുഴുവൻ ടിക്കറ്റും വിറ്റുപോയി ഒരു റെക്കോർഡ് തന്നെയായിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ ആളുകൾ എന്തായാലും എത്തും. പ്രത്യേകിച്ച് സഞ്ജു എത്തുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം കാര്യവട്ടത്താണ് സഞ്ജു 10 വർഷത്തിനേറെയായി ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുമ്പോഴും ഇതുവരെ കാര്യവട്ടത്ത്, കൊച്ചി, തിരുവനന്തപുരത്ത് കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇന്ന് മാറുകയാണ്. സഞ്ജു എന്തായാലും ഇറങ്ങും. മികച്ചൊരു പ്രകടനം തന്നെ. ആദ്യ 4 മത്സരങ്ങളും സഞ്ജു നിരാശപ്പെടുത്തിയെങ്കിൽ ലോകകപ്പിന് മുന്നേ വരുന്ന ഈ ഒരു മത്സരത്തിൽ സഞ്ജു തകർത്തടിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇന്ത്യയുടെ T20 ലോകകപ്പ്, രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ T20 ലോകകപ്പ് നേടിയ ആ ദൃശ്യങ്ങളെല്ലാം നമുക്ക് കാണാം. അടുത്ത മാസം 7 ഫെബ്രുവരി 7 ഇന്ത്യയിൽ വീണ്ടും ലോകകപ്പ് ആരംഭിക്കുകയാണ്. അപ്പോൾ ആ ലോകകപ്പ് ടീമിലും സഞ്ജു ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഇന്ത്യക്ക് ലോകകപ്പിന് മുന്നിലുള്ള അവസാന മത്സരം കൂടിയാണ്. എന്തായാലും നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും സിവിൽ ഡിഫൻസിൻ്റെ ഭാഗമായി ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ നോക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളതാണ്. ടീമുകളെല്ലാം ഒരു 4:30-ക്ക് ശേഷം ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരും. അങ്ങനെ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ പ്രത്യേകിച്ച് ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ കളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 2017 ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യയും ന്യൂസിലാൻഡും ഈ ഒരു മത്സരത്തിൽ ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. 2017 അന്ന് കാര്യവട്ടത്ത് ഏറ്റുമുട്ടിയപ്പോൾ 8 ഓവർ വീതമുള്ള ഒരു മത്സരമായിരുന്നു. കാരണം അന്ന് മഴയെല്ലാം പെയ്ത് വലിയ രീതിയിൽ കളി വെട്ടിച്ചുരുക്കിയത്. പക്ഷേ അന്ന് പോലും പെട്ടെന്ന് തന്നെ ഈ വെള്ളമെല്ലാം മാറ്റി ഗ്രൗണ്ട് പൂർവ്വസ്ഥിതിയിലാക്കി കളി നടത്താൻ കഴിഞ്ഞിരുന്നു. അത് വലിയ രീതിയിൽ അംഗീകാരവും അപ്രീസിയേഷനും നൽകിയൊരു കാര്യമാണ്. കാരണം കാര്യവട്ടത്തെ ഗ്രൗണ്ടിംഗ് സംവിധാനം അത്ര മികച്ചതായിരുന്നു. അന്ന് 8 ഓവർ മത്സരം നടന്ന് വലിയ ആവേശം അന്നുണ്ടായിരുന്നു. ഇന്ന് 20 ഓവർ മത്സരമുള്ള ഒരു കളി തന്നെ നടത്താൻ കഴിയുമെന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. സൂര്യകുമാറിനെയും മിച്ചൽ സാറ്റ്നറിനെയും, ഇവർ രണ്ടുപേരുമാണ്. ഇന്ത്യയുടെ നായകൻ സൂര്യകുമാർ യാദവിനെ നമുക്ക് കാണാം. ന്യൂസിലാൻഡ് നായകൻ മിച്ചൽ സാറ്റ്നറിനെ നമുക്ക് കാണാം. ഇങ്ങനെ എന്തായാലും ഇന്ത്യയും ന്യൂസിലാൻഡ് ടീമും ഇന്ന് വൈകിട്ട് 4:30 ഇവിടേക്ക് എത്തും. ശേഷം 7 മണിക്കാണ് കളി തുടങ്ങുക. ആരാധകർ 3 മണിക്ക് ശേഷം പ്രവേശിക്കും. എന്തായാലും ഈ ഗ്രൗണ്ട് ഒരു 3 മണിക്ക് ശേഷം ക്രിക്കറ്റ് ആവേശം